അമ്മ പറഞ്ഞത് കേട്ടില്ലേടാ, അങ്ങോട്ട് പോവാൻ. അച്ഛാ അവിടെ നീ വന്നേ. വെറുതെ അമ്മയുമായിട്ട് വഴക്കുണ്ടാക്കാതെ നീ അവളെ കൂട്ടി അങ്ങോട്ട് പോ. ഇതൊന്ന് ആറട്ടെ, ഞാൻ എല്ലാം പറഞ്ഞ് ശരിയാക്കാം. അച്ഛൻ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോടാ. അച്ഛൻ അമ്മയുടെ ഭർത്താവാണോ അതോ ഭാര്യയാണോ? എന്താ ഇത്ര സംശയം? ഭാര്യ. എന്നെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോരായിരുന്നില്ലേ? അതുമല്ല, അവളുടെ നക്ഷത്രം വിശാഖമാ, വളയില്ല. എന്റെ ആണെങ്കിൽ പെണ്ണുങ്ങളുടെ നാളാ മകം. മകം പിറന്ന മങ്കൻ. ചേട്ടത്തി വിഷമിക്കണ്ടെന്ന് എല്ലാം നേരെയാവും. ഈ വീട്ടിലെ പ്രശ്നങ്ങൾ തീരണമെങ്കിൽ ഇവിടെ ഒരു ആൺകുട്ടി ജനിക്കണം. ഇനിയിപ്പോ ഞാനൊരു കല്യാണം കഴിച്ചാലോ ഒന്ന് ആലോചിക്കുക. അങ്ങനെ 50 ലക്ഷവും കാറും നീ ചുളുവിൽ തട്ടിയെടുക്കാന്ന് വിചാരിക്കണ്ട. 6ാമതൊരു അപ്പീൽ കൊടുക്കാൻ പറ്റും. ഞാനും നോക്കട്ടെ. പോടി ബാബാ. പോ. ശ്രീധരേട്ടന്റെ ആ പോക്ക് കണ്ടിട്ട് 6ാമത്തെ അപ്പീൽ ഉടനെ ഉണ്ടാവുന്ന തോന്നുന്നു. ഇനി അപ്പീലുമായിട്ട് അങ്ങോട്ട് ചെന്നാ മതി. ചേട്ടത്തി വാക്കത്തി എടുക്കും. ഹലോ, നെക്സ്റ്റ് ഞാൻ എന്താ? അന്ന് കല്യാണ മണ്ഡപത്തില് ഗാനമേള. സോറി, ഒരു കോള് വിളിച്ചോട്ടെ. ഹലോ, ഇത് ഞാനാ, ബാലചന്ദ്രൻ ഉണ്ണിത്താൻ. ഏത് ബാലചന്ദ്രൻ ഉണ്ണിത്താൻ? എടോ, താനയച്ച പെണ്ണില്ലേ, അവൾക്കൊരു വക എറിഞ്ഞൂടാ. ശ്രുതി തീരെയില്ല. ശ്രുതിയോ? ഏത് ശ്രുതി? അങ്ങനെ കണ്ടവളുമാരെ ഒന്നും എന്റെ ട്രൂപ്പിൽ പഠിക്കാൻ പറ്റില്ല. എടോ, ഇതിലും നന്നായിട്ട് പാടാൻ അറിയാവുന്ന എത്രയോ പെൺകുട്ടികൾ എന്റെ പിന്നാലെ നടക്കാൻ അറിയാമോ? അതൊന്നും എന്റെ ട്രൂപ്പിൽ പറ്റില്ല. നിനക്ക് പറ്റില്ലെങ്കിൽ ഇങ്ങോട്ട് അയക്കടാ പുല്ലേ. ഓരോ വായി നോക്കി പട്ടികൾ ഫോണും വെച്ചോണ്ട് വിളിക്കും, വെറുതെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. എടോ, തനിക്കറിയോ ഈ മാസം എന്റെ ട്രൂപ്പിന് എത്ര പ്രോഗ്രാം ആണെന്ന്? കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ 33 പരിപാടികളാ. പറ്റിയൊരു പെണ്ണ് കിട്ടിയില്ലെങ്കിലേ ഈ 33 പരിപാടി ഞാൻ ക്യാൻസൽ ചെയ്യും. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ക്യാൻസൽ ചെയ്യുന്ന പറഞ്ഞാൽ ക്യാൻസൽ ചെയ്യും. എന്നെ നിർബന്ധിക്കരുത് പ്ലീസ്. അല്ലെങ്കിൽ പാടാൻ പറ്റിയൊരു പെണ്ണെ കൊണ്ട് താടോ. ഓക്കെ താങ്ക് യു. അംബികയല്ലേ? അതെ. എനിക്ക് ആദ്യം കണ്ടിട്ട് മനസ്സിലായില്ലല്ലേ? അതെ, കുട്ടിക്ക് ഇവിടെയാണ് ജോലിന്ന് തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? അതെ. പിന്നെ കുട്ടിക്ക് സമ്മതമാണെങ്കിൽ എന്റെ ട്രൂപ്പിൽ പാടാൻ അവസരം തരാം. അയ്യോ, അതെ. എന്റെ ദൈവമേ, ഇതെങ്ങനെ മനസ്സിലായി? ഇതുപോലുള്ള പല അഭ്യാസങ്ങളും ദിവസം ഇവിടെ ഇരുന്ന് കാണുന്നതല്ലേ? ഞാനതല്ല. കാശ് എന്നിട്ട് പൊയ്ക്കോ. എന്താ? കാശ് എന്നിട്ട് പോടോ. അണ്ണാ, എന്താടാ? അണ്ണൻ വീട്ടിലോട്ടില്ലേ? വീട്ടിൽ വലിയ ബഹളം നടക്കുക. എന്താ പ്രശ്നം? അണ്ണന്റെ മക്കളും ഭാര്യയും ഭാര്യയുടെ അച്ഛനും വന്നിട്ടുണ്ട്. എന്തോ ഗർഭസംബന്ധമായ പ്രശ്നമാണ്. അണ്ണാ മണ്ണെണ്ണ പോത്തെ മോത്തൊഴിക്കുന്നത്. സോറി അണ്ണാ, വേഗം വാ, ഇല്ലെങ്കിൽ അണ്ണനും ഭാര്യയായിട്ടുള്ള ബന്ധം കൊച്ചമ്മ ഇന്നത്തോടെ തീർക്കും. എന്റെ മകളെ ഞാൻ വളർത്തിയതേ മര്യാദയ്ക്ക് തന്നെയാ. വളർത്തുദോഷം കാണിച്ച് നിങ്ങളുടെ മകനാ ആ ചെറ്റ. അധികം നിന്ന് കാറാതടോ. 8 മാസം മുമ്പേ ഇവളോട് ഇറങ്ങിപ്പോയതാ. ഇപ്പൊ 5 മാസത്തെ വയറ് മേറിപ്പിച്ച് ഇവിടെ വന്നതെന്ന് ചലക്കുന്ന എന്തിനാ? തന്റെ മോളോട് തന്നെ ചോദിക്കടോ ആരാ ഉത്തരവാദിയെന്ന്. ഓ കമ്മ, ഇത്തിരിയെങ്കിലും നാണോ മാനോ ഉണ്ടെങ്കിൽ നീ നിന്റെ തന്തയെ വിളിച്ചോണ്ട് പോടി. അല്ലെങ്കിലും ഇവിടെ കയറി അടയിരിക്കാൻ വന്നൊന്നുമല്ല. അവനെ ഒന്ന് കാണണം എനിക്ക്. അവനിങ്ങ് വരട്ടെ. രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് ദിവാരൻ ഇവിടുന്ന് പോകൂ. ഒന്ന് അടങ്ങി ദിവാര. വാപത്തിക്കടോ ഉളുമ്പൻ ഉണ്ണിത്താനെ. അമ്മേ, അച്ഛൻ. ഇവിടെ വാടാ. എന്താ അമ്മേ? ഇവിടെ വരാൻ. നീ എന്നോട് പറഞ്ഞിട്ടില്ലേ ഇവളുടെ വീട്ടിൽ പോയിട്ടില്ലാന്ന്? അതെ. എന്നിട്ടിപ്പോ ഇയാള് വന്ന് പറയുന്നത് എന്താണെന്നറിയാമോ?
രാത്രി കാലങ്ങളിൽ നീ എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് അവിടെ ചെല്ലാറുണ്ടെന്ന്. നീ വരട്ടെ എന്ന് വിചാരിച്ച് ഞാനും ഒന്നും മിണ്ടിയില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇനി ഇവിടെ കയറിക്കൂടാനുള്ള ഉദ്ദേശമാ. പറഞ്ഞു വിടറാ തന്റെ മോളെ. ഉഷേ അച്ഛാ പോവാം. നായിന്റെ മോനെ, സ്വന്തം ഭാര്യയുടെ വയറ്റിൽ കിടന്ന കുഞ്ഞിന്റെ തന്തയാണെന്ന് പറയാനുള്ള തന്റെ ഇടം പോലും ഇല്ലടാ നിനക്ക്. ഏരപ്പേ, അല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. കേട്ടില്ലേ? നിങ്ങൾ നിഷേധിക്കുന്ന പോലെ ഇവന് നിഷേധിക്കാൻ പറ്റില്ല. ഇതേ ഇവന്റെ ഭാര്യ, ഈ നിൽക്കുന്നവന്റെ കുട്ടികളാ. തൽക്കാലം ഞാൻ ഇവൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാ. അവിടെ കയറ്റി പൊറപ്പിക്കാനൊന്നുമല്ല, ഇവൻ അവിടെ വരാറുണ്ടെന്ന് നാട്ടുകാരൊന്ന് ബോധ്യപ്പെടുത്താനാ. 2 ദിവസം കഴിഞ്ഞ് വിടാം. കേറാ. നന്ദി കെട്ട മൃഗമേ. മാറ്റമില്ലാത്തവൻ. 10 ഗുണം 10 ഗുണം. ഓടോ കോപ്പേ. നീ എന്താ പറഞ്ഞത്? ഞാനൊന്നും ഇപ്പൊ പറഞ്ഞില്ല. നീ എന്തോ പറഞ്ഞല്ലോ. അയ്യോ ഞാനൊന്നും പറഞ്ഞില്ല. മര്യാദക്ക് പറയുന്നത് നല്ലത്. പറയണോ? ഓടോ കോപ്പേ എന്നാ പറഞ്ഞേ. ഹാ ഓ കോപ്പേന്ന്. മാളവിയേ, ഒരു മുறை வந்து பார்த்தாயா എൻ മനം നീ അറിந்தாയോ. എന്തിനാ ഇപ്പോഴും ഈ പാട്ട് പാടുന്നത്? ഈ പാട്ട് കേട്ടാലേ പേടിച്ചാരും പുറത്തിറങ്ങൂല. ഇത് പ്രേതത്തിന്റെ പാട്ടാ. ആരാണ്? ആരാന്നാ ചോദിച്ചത്? എന്താ അമ്മേ? ഇവിടെ എന്തോ ഒരു ശബ്ദം കേട്ടു. വല്ല പൂച്ചയോ മറ്റായിരിക്കും. അടുക്കളയിൽ സ്ഥിരം കയറുന്ന കള്ളിപ്പൂച്ചയാണെന്നാ തോന്നണത്. കൊച്ചിനെടുത്ത് വെച്ച് പാൽ ഇപ്പൊ തട്ടിമറിച്ചിട്ട് ഓടിയതേ ഉള്ളൂ. ആഹാ, എങ്കിലതിനെ വിടരുത്. ശാവം. അത് പൂച്ചയല്ല അച്ഛാ, മരപ്പട്ടിയാണ്. കല്ലെടുത്തെറി. ശബ്ദം കേട്ടാൽ അറിയാം. ആഹാ, എറി. ഉടച്ചാ. എറിയടാ. എറിയടാ. അയ്യോ. 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 ചാത്തിന് തോക്ക് പറ്റിയല്ല. ചാത്തനേറ് തറവാട് മുടിയാൻ പോണേന്റെ ലക്ഷണ. ഈ തറവാടിന് ശാപമോക്ഷം കിട്ടണമെങ്കിൽ ഇവിടെ ഒരു ആൺകുഞ്ഞ് ജനിക്കണം. നിർത്ത് നിർത്ത്. നീ ഇതെവിടെ പോന്നു? ഇന്നലെ നീ ഇവിടെ ഇറങ്ങി, 2 ദിവസം മുമ്പ് നിന്നെ കാണാതെ ഇവിടെ വെച്ചാ എന്താണ് കാര്യം? എനിക്കൊന്ന് ഫോൺ ചെയ്യണം. നീ പോയിക്കോ. ആ ഓഫീസിനടുത്ത് ബൂത്തുണ്ടല്ലോ, അവിടെ നിന്ന് വിളിച്ചാൽ ശരിയാവൂല. അല്ല, ഇവിടെ ആകുമ്പോ 10 ലൈനുണ്ട്, എളുപ്പം കിട്ടും. നീ പോയിക്കോ, വൈകുന്നേരം കാണാം. ഒരു നമ്പർ വേണം. ആ നമ്പർ മനസ്സിലായി. അത് ഈ ഫോണിൽ കിട്ടില്ല. ഇയാൾക്ക് എന്താ വേണ്ടത്? പാടണം. ഫോണിൽ പാടണോ? ഫോണിൽ പാടണ്ട, താൻ എന്റെ കൂടെ പാടണം. പറ്റില്ല എന്ന് എത്ര വട്ടം പറയണം? എത്ര വട്ടം പറഞ്ഞിട്ടും കാര്യമില്ല, പാടാതെ ഞാൻ വിടില്ല. ശ്ശോ, ഇതൊരു ശല്യമായല്ലോ. തനിക്കെന്താ എത്ര വാശി? അന്തസ്സുള്ള ട്രൂപ്പിലെ പ്രധാന ഗായികയായിട്ടില്ലേ വിളിക്കുന്നത്? എന്താ വന്നാല്? എനിക്ക് പറ്റില്ല. ഇയാള് വേറെ ആളെ നോക്കിക്കോ. അതൊന്നും പറഞ്ഞാ പറ്റില്ല. എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു പോയി. അല്ല, പിന്നെ തന്റെ പാട്ട് ഇഷ്ടപ്പെട്ടു പോയിന്ന്. ഞാൻ പോലീസിനെ വിളിക്കും. ഏയ്, പോലീസായിരുന്നു പാടിയ ശരിയാവില്ല. താൻ ഇന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? എന്താ മോളെ പ്രശ്നം? ഇയാളുടെ ട്രൂപ്പിൽ ചേരണോ അത്രേ? ഓഹോ, ട്രൂപ്പാണല്ലേ? ട്രൂപ്പ്. ഇങ്ങോട്ട് എണീക്കട്ടെ ട്രൂപ്പേ. ഷട്ടി തുടരോ. ആ, എത്ര നാളായി ഈ ട്രൂപ്പ് തുടങ്ങി? കുറെ നാളായി. ഓഹോ, എന്നിട്ട് ഇതുവരെ എത്ര പെങ്കൊച്ചങ്ങളെ ട്രൂപ്പ് ആക്കി? അടിച്ചിവന്റെ ഒക്കെ ട്രൂപ്പ് അടക്കാൻ വേണ്ടത്. എവന്റെ ട്രൂപ്പിലൊരു പഞ്ചായത്തി പഞ്ചായത്ത് നിന്റെ എടാ, നിന്നെ പോലെ പല ട്രൂപ്പന്മാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ടോ? തൊട്ടല്ലോ അത് ചിലതിനെ പല്ലിയാൻ തെറിപ്പിക്കും. കൈ പിടിക്കരുത്. ശബ്ദം പോവും. ഈ മാസം 33 പരിപാടി ഉള്ളതാ. ശബ്ദം പോവും. എന്താ പ്രശ്നം? ഒന്നുമില്ല, ഒരു പൂവാലടാ. ഇവനെ ഞങ്ങൾ നോക്കിക്കോളാം. അയ്യേ, ഞാൻ പോവല്ല. പിന്നെ സിംഹമല്ല. വേണ്ട, ഒന്നും ചെയ്യണ്ട. അവനൊരു രോഗിയാ. എന്ത് രോഗി? ഒരു ഞരമ്പ് രോഗിയാ. പ്ലീസ് ഒന്ന് പോയട്ടെ. പ്ലീസ് മാറി.